നിങ്ങൾക്ക് ശരിക്കും ട്രേഡിംഗിലൂടെ പണം സമ്പാദിക്കാൻ പറ്റുമോ? ഒരു ട്രേഡറാകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ആദ്യം ചോദിക്കുന്ന ചോദ്യമാണിത്. പലരും വിചാരിക്കുന്നത് ഇത് പെട്ടെന്ന് പണക്കാരനാകാനുള്ളൊരു എളുപ്പവഴിയാണെന്നാണ്. പക്ഷേ സത്യം അതായിരിക്കുമോ? നമുക്ക് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കാം. നമുക്ക് ഔക്കാത്ത് തിയറി എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നിന്ന് തുടങ്ങാം. പേര് കേട്ട് ഞെട്ടണ്ട. ഇത് നിങ്ങളുടെ സാമ്പത്തിക യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവാണ്. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളത്തെ 30 കൊണ്ട് ഹരിക്കുക. ആ കിട്ടുന്ന തുകയിലെ അതിൽ കൂടുതൽ ഒരു ദിവസം ട്രേഡിംഗിൽ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഈ ഗെയിമിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതാണ് ഒന്നാമത്തെ നിയമം. സത്യത്തിലെ ട്രേഡിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിനോടുള്ളൊരു യുദ്ധമല്ല, അത് നിങ്ങളോട് തന്നെയുള്ളൊരു യുദ്ധമാണ്. നിങ്ങളുടെ ക്ഷമ, അച്ചടക്കം, പിന്നെ നിങ്ങളുടെ സൈക്കോളജി, ഇതെല്ലാം ഇവിടെ വലിയൊരു ടെസ്റ്റിന് വിധേയമാകും. അതുകൊണ്ട് നിങ്ങളുടെ സ്വഭാവത്തിനും വ്യക്തിത്വത്തിനും ചേർന്ന വഴി തിരഞ്ഞെടുക്കുന്നിടത്താണ് നിങ്ങളുടെ വിജയം തുടങ്ങുന്നത്. ശിവനിലേക്കെത്താൻ 108 വഴികളുണ്ടെന്ന് പറയാറില്ലേ? അതുപോലെ മാർക്കറ്റിൽ വിജയിക്കാനും ഒരു വഴിയല്ല, പല വഴികളുണ്ട്. ട്രേഡിങ്ങിന് ഇതാണ് ശരിയായ വഴി എന്നൊന്നുമില്ല. ഇന്ന് നമ്മൾ 3 തരം ട്രേഡർമാരെയും അവർ തെരഞ്ഞെടുത്ത വഴികളെയും കുറിച്ചാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആൾ പ്ലാനറാണ്. ഇവർ ഓപ്ഷൻ സെല്ലർമാരാണ്. അതായത് ഒരു നിശ്ചിത വിലയ്ക്ക് ഓഹരികൾ വാങ്ങാനോ വിൽക്കാനോ ഉള്ള അവകാശം മറ്റൊരാൾക്ക് വിൽക്കുന്നവർ. ഒരു ചെസ് കളിക്കാരനെ പോലെ മാർക്കറ്റിന്റെ ഓരോ നീക്കവും മുൻകൂട്ടി കണ്ട് വളരെ ക്ഷമയോടെ കണക്കുകൂട്ടലുകളോടെ കളിക്കുന്നവരാണിവർ. ശരി, ഒരു ഓപ്ഷൻ സെല്ലറാകാൻ കയ്യിൽ എത്ര കാശ് വേണം? ഇതൊരു സൈഡ് പരിപാടിയായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പോലും കുറഞ്ഞത് ഒരു 10 ലക്ഷം രൂപ വേണം. ഇനി ഇതൊരു ഫുൾ ടൈം കരിയറാക്കാനാണ് പ്ലാൻ എങ്കിൽ മിനിമം 50 ലക്ഷം രൂപയെങ്കിലും കയ്യിലുണ്ടായിരിക്കണം. അതെ, ഇതത്ര ചെറിയ കളിയല്ല. വെറുതെ പണമുണ്ടായിട്ട് മാത്രം കാര്യമില്ല. നിങ്ങൾക്ക് അസാമാന്യമായ ക്ഷമ വേണം. ഡേറ്റയെ ആഴത്തിൽ വിശകലനം ചെയ്യാനും പഠിക്കാനുമുള്ള കഴിവ് വേണം. നിങ്ങളുടെ സ്ട്രാറ്റജികൾ പഴയ ഡേറ്റ വെച്ച് കർശനമായി ബാക്ക് ടെസ്റ്റ് ചെയ്യണം. അതായത് ഈ തന്ത്രം മുൻപ് ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് പലതവണ പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ഇവിടെ ഇമോഷൻസിന് ഒരു റോളുമില്ല. എല്ലാം സിസ്റ്റം അനുസരിച്ച് മാത്രം. ഒരു നല്ല ഓപ്ഷൻ സെല്ലർ ആകാനുള്ള വഴി വളരെ വ്യക്തമാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ്, നിങ്ങളുടെ സ്വന്തം നിയമങ്ങളുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. ഇതിന് ചിലപ്പോൾ 1 വർഷം വരെ എടുത്തേക്കാം. രണ്ടാമത്, ആ സിസ്റ്റം ഡേറ്റ വെച്ച് വീണ്ടും വീണ്ടും ടെസ്റ്റ് ചെയ്ത് നല്ല ആത്മവിശ്വാസം നേടുക. അവസാനമായി വികാരങ്ങളൊക്കെ മാറ്റിവെച്ച് ആ സിസ്റ്റം പറയുന്നതുപോലെ ക്ഷമയോടെ ചെയ്യുക. ഇനി നമുക്ക് രണ്ടാമത്തെ ആളെ കാണാം. ഇദ്ദേഹമാണ് പ്രിസിഷൻ സ്ട്രൈക്കർ. ഇവർ ഓപ്ഷൻ ബയർമാരാണ്. അതായത് ഒരു നിശ്ചിത വിലയ്ക്ക് സ്റ്റോക്കുകൾ വാങ്ങാനോ വിൽക്കാനോ ഉള്ള അവകാശം വാങ്ങുന്നവർ. സാധ്യതകൾ പലപ്പോഴും ഇവർക്കെതിരാണെങ്കിലും ഒരു സ്നൈപ്പറെ പോലെ പെർഫെക്റ്റായൊരു സിസ്റ്റം ഉപയോഗിച്ച് കൃത്യമായ സമയത്ത് ലക്ഷ്യത്തിൽ പ്രഹരിക്കുന്നവർ. ഈ നമ്പർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വെറും 33%. ഇതാണ് ഒരു ഓപ്ഷൻ ബയറുടെ വിജയസാധ്യത. വേറൊരു രീതിയിൽ പറഞ്ഞാൽ 3-ൽ 2 തവണയും നിങ്ങൾ തോൽക്കാനാണ് സാധ്യത. അത്രയേറെ റിസ്ക്കുണ്ട്. പക്ഷേ വിജയിച്ചാൽ കിട്ടുന്ന പ്രതിഫലം വളരെ വലുതായിരിക്കും. ഇതൊരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് ഗെയിമാണ്. ഈ രംഗത്തെ ഒരു വിദഗ്ധൻ പറയുന്നത് കേൾക്കൂ. ഈ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ നിങ്ങളെ ഒരു ബയർ എന്ന നിലയിൽ പരാജയപ്പെടുത്താനാണ്. അതിനർത്ഥം നിങ്ങളുടെ സ്വന്തം സിസ്റ്റം ഒരു പിഴവ് പോലും ഇല്ലാത്തതായിരിക്കണം. ഒരു ചെറിയ തെറ്റുമതി നിങ്ങളുടെ അക്കൗണ്ട് മുഴുവനായി ഖാലിയാകാൻ. അപ്പോൾ ഒരു ബയർക്ക് എന്തൊക്കെ കഴിവുകളാണ് വേണ്ടത്? എപ്പോൾ മാർക്കറ്റിൽ കയറണം, എപ്പോൾ ഇറങ്ങണമെന്ന് കൃത്യമായി കാണിച്ചു തരുന്ന ഒരു സിസ്റ്റം. നഷ്ടം വന്നാൽ അയ്യോ പോയ കാശ് തിരിച്ചുപിടിക്കണം എന്നു പറഞ്ഞ് കൂടുതൽ പണം ഇറക്കാതിരിക്കാനുള്ള ഒരു മനക്കരുത്ത്. പിന്നെ തുടർച്ചയായ ഒരു 10 ട്രേഡെങ്കിലും നഷ്ടം വന്നാലും പിടിച്ചു നിൽക്കാനുള്ള കാശ് കയ്യിലുണ്ടായിരിക്കണം. നമ്മുടെ മൂന്നാമത്തെ ആൾ സ്ട്രാറ്റജിസ്റ്റാണ്. ഇവർ ഇക്വിറ്റി ട്രേഡർമാരാണ്. അതായത് കമ്പനികളുടെ ഓഹരികൾ നേരിട്ട് വാങ്ങി വിൽക്കുന്നവർ. ഓപ്ഷൻസ് പോലെ സങ്കീർണമായ കാര്യങ്ങളിലേക്ക് ചാടുന്നതിനു മുൻപ് ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്ത് ശക്തമായൊരു അടിത്തറയുണ്ടാക്കുന്നവർ. ഇവരുടെ തന്ത്രം 4 എസ്സുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിൽ ആദ്യത്തേത് സെൽഫ് അവെയർനെസ് അഥവാ സ്വയം അവബോധം. അതായത് നിങ്ങൾക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ പറ്റും, നിങ്ങളുടെ കയ്യിൽ എത്ര സമയമുണ്ട്, നിങ്ങളുടെ ജീവിതരീതി എങ്ങനെയുള്ളതാണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു വ്യക്തമായ ധാരണ വേണം. രണ്ടാമത്തെ എസ്സാണ് സിറ്റുവേഷണൽ അവെയർനെസ്. മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ പൊതുവായ ട്രെൻഡ് എങ്ങോട്ടാണ്, ഏതൊക്കെ സെക്ടറുകളാണ് ഇപ്പോൾ നന്നായി പെർഫോം ചെയ്യുന്നത്, ഇതൊക്കെ മനസ്സിലാക്കണം. ഒഴുക്കിനെതിരെ നീന്തുന്നതുപോലെയാണ് ട്രെൻഡിനെതിരെ ട്രേഡ് ചെയ്യുന്നത്. അത് അപകടമാണ്. മൂന്നാമത്തെ എസ് സ്ട്രാറ്റജി സെലക്ഷൻ. നിങ്ങളെക്കുറിച്ചും മാർക്കറ്റിനെക്കുറിച്ചും മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത പടി നിങ്ങൾക്ക് ചേർന്ന മാർക്കറ്റിന് ചേർന്ന ഒരു സ്ട്രാറ്റജി തിരഞ്ഞെടുക്കുക എന്നതാണ്. ഉദാഹരണത്തിന് ബ്രേക്കൌട്ട് അല്ലെങ്കിൽ പുൾബാക്ക് പോലുള്ളവ. അതായത് സ്റ്റോക്ക് പ്രൈസ് ഒരു പ്രധാന ലെവൽ കടക്കുമ്പോൾ വാങ്ങുക, അല്ലെങ്കിൽ വില ചെറുതായി താഴ്ന്ന ശേഷം തിരികെ കയറുമ്പോൾ വാങ്ങുക എന്നിങ്ങനെയുള്ള പല രീതികളുണ്ട്. അവസാനത്തെ എസ് ആണ് സിസ്റ്റം.
നിങ്ങൾ തിരഞ്ഞെടുത്ത സ്ട്രാറ്റജി കൃത്യമായി നടപ്പിലാക്കാൻ സഹായിക്കുന്ന ടൂൾസ് കയ്യിലുണ്ടായിരിക്കണം. സ്റ്റോക്കുകൾ കണ്ടെത്താനുള്ള സ്കാനറുകൾ, വില മാറുമ്പോൾ അറിയിക്കുന്ന അലേർട്ടുകൾ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി ട്രേഡ് ചെയ്യുന്ന അൽഗോരിതങ്ങൾ. ഇതൊക്കെ നിങ്ങളുടെ ജോലി എളുപ്പമാക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 3 വ്യത്യസ്ത വഴികൾ കണ്ടു. എന്നാൽ ഈ 3 വഴികളിലൂടെ പോകുന്നവരും ഒരുപോലെ സമ്മതിക്കുന്ന, എല്ലാവർക്കും വേണ്ട ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. ട്രേഡിംഗിൽ പിടിച്ചു നിൽക്കാനും വിജയിക്കാനും അത്യാവശ്യമായ ചില കാര്യങ്ങൾ. ഓർമ്മയുണ്ടോ, നമ്മൾ ആദ്യം സംസാരിച്ച ഔക്കാത്ത് തിയറി? അതിൻ്റെ അർത്ഥം ഇതാണ്: നിങ്ങളുടെ ഒരു ദിവസത്തെ ശമ്പളം എത്രയാണോ അതാണ് ഒരു ദിവസം ട്രേഡിംഗിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന മാക്സിമം റിസ്ക്. ഈ ഒരു നിയമം മാത്രം പാലിച്ചാൽ മതി നിങ്ങളുടെ മൂലധനം സംരക്ഷിക്കാനും മാർക്കറ്റിൽ ദീർഘകാലം പിടിച്ചു നിൽക്കാനും അത് നിങ്ങളെ സഹായിക്കും. ഇവിടെയാണ് ഒരു പ്രൊഫഷണൽ ട്രേഡറും ഒരു സാധാരണക്കാരനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. പ്രൊഫഷണലുകൾ ലാഭം കിട്ടുന്ന ട്രേഡുകളെ കൂടുതൽ വളരാൻ അനുവദിക്കും. എന്നാൽ അമച്വർമാരോ നഷ്ടം വരുമ്പോൾ കൂടുതൽ പണമിറക്കി അത് തിരിച്ചു പിടിക്കാൻ നോക്കും. അത് നിങ്ങളുടെ അക്കൗണ്ട് കാലിയാക്കാനുള്ള ഏറ്റവും എളുപ്പവഴിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക: ട്രേഡിംഗ് ഒരു സൈഡ് ബിസിനസ്സോ ഒരു രണ്ടാം വരുമാനമാർഗമോ അല്ല. അതൊരു ബിസിനസ്സാണ്. നിങ്ങളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്ത് ഗൗരവം കൊടുക്കുമോ അതേ ഗൗരവം അച്ചടക്കവും ട്രേഡിംഗിന് നൽകണം. എങ്കിൽ മാത്രമേ വിജയിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ 3 വ്യത്യസ്തതരം ട്രേഡർമാരെയും അവരുടെ വഴികളെയും കണ്ടു. ഓരോന്നിനും അതിൻ്റേതായ നല്ല വശങ്ങളും വെല്ലുവിളികളുമുണ്ട്. ഇനി ചോദ്യം നിങ്ങളോടാണ്: പ്ലാനർ, സ്ട്രൈക്കർ, സ്ട്രാറ്റജിസ്റ്റ്. ക്ഷമയോടെ പ്ലാൻ ചെയ്യുന്ന പ്ലാനറാണോ നിങ്ങൾ? അതോ കൃത്യതയോടെ ലക്ഷ്യം കാണുന്ന സ്ട്രൈക്കറോ? അല്ലെങ്കിൽ ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കുന്ന സ്ട്രാറ്റജിസ്റ്റോ? നിങ്ങളുടെ യാത്ര തുടങ്ങേണ്ടത് നിങ്ങളെ തന്നെ മനസ്സിലാക്കുന്നതിലൂടെയാണ്. അപ്പോൾ ഈ 3 പേരിൽ ആരാണ് നിങ്ങൾ? നിങ്ങളുടെ സ്വഭാവത്തിന്, നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഇതിൽ ഏത് ശൈലിയാണ് കൂടുതൽ ചേരുന്നത്? ഇതിനുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് കണ്ടെത്തുക, എന്നിട്ട് നിങ്ങളുടെ വഴി തിരഞ്ഞെടുക്കുക. ഓർക്കുക, നിങ്ങൾക്ക് ചേർന്ന ശരിയായ പാത തിരഞ്ഞെടുക്കുന്നതാണ് വിജയത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ്.